ജനാധിപത്യ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ എന്നോണമായിരുന്നു കിഫ്ബി മസാല ബോണ്ട് കേസിൽ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇഡിയുടെ തോമസ് ഐസക്കിനെ അടിയന്തരമായി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം തള്ളിയത്. ഇലക്ഷന് മുൻപ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സ്വീകരിച്ചത് ജനാധിപത്യത്തിന് വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്ന വിധിയായിരുന്നു. എന്താണ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ ഗൂഢലക്ഷ്യങ്ങൾ? ഈ കേസിന്റെ നാൾ വഴികൾ എന്തൊക്കെയാണ്? ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മസാല ബോണ്ട് കേസിൽ എന്നെ എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഒരു കോലാഹലം സൃഷ്ടിക്കാനുള്ള ഇഡിയുടെ നീക്കത്തിന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. വരുന്ന മെയ് 22-ന് കേസ് വാദം കേൾക്കാൻ വച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് എന്താണ് ഇഡിയുടെ ധൃതിയെന്ന് സിംഗിൾ ബെഞ്ചും ചോദിച്ചു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച്. ധൃതി എന്താണെന്ന് നമുക്കറിയാം. വിഷയം രാഷ്ട്രീയമാണ്. ലക്ഷ്യം മാധ്യമങ്ങൾ വഴി താറടിക്കൽ ശ്രമമാണ്. ആ മോഹത്തിന്റെ കടക്കലാണ് ഹൈക്കോടതി വെട്ടിയത്. എന്തുകൊണ്ടാണ് ഇഡിക്ക് തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരുന്നത്? ആദ്യഘട്ടത്തിൽ നൽകിയ സമൻസുകൾ മുഴുവൻ ഇഡിക്ക് പിൻവലിക്കേണ്ടി വന്നു. ഇഡിയുടെ നീക്കം നിയമപരമായിരുന്നെങ്കിൽ സമൻസ് പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയാണ് എന്നോട് ചോദിച്ചത്? മക്കളടക്കമുള്ള എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ ഒരു ദശാബ്ദ കാലത്തെ യാത്രാരേഖകൾ, ഞാൻ മന്ത്രി എന്ന നിലവിൽ വഹിച്ചിരുന്ന ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്ന കമ്പനികളുടെ കണക്കുകൾ, അങ്ങനെ ഏതാണ്ട് 13 ഇനങ്ങളിലെ രേഖകൾ. ഇഡിയും അവരുടെ വാട്സാപ്പ് ദാതാന്മാരായ ഏതാനും മാധ്യമ പ്രവർത്തകരും ധരിച്ചത് ഈ രേഖകളും വാരിക്കെട്ടി ഞാൻ ഇഡിയുടെ ഏമാന്മാരുടെ മുന്നിൽ ചെന്ന് നട്ടലും വളച്ച് നിൽക്കുമെന്നാണ്. ഇഡിയുടെ സമൻസിനെ ഞാൻ കോടതിയിൽ ചോദ്യം ചെയ്തു. നീതി തേടി കോടതിയെ സമീപിക്കാനുള്ള പൗരന്റെ അവകാശം വിനിയോഗിച്ചു. എൻ്റെ ആവശ്യത്തിന് നിയമപരമായ നിലനിൽപ്പുണ്ടെന്ന് കോടതിക്ക് ബോധ്യമായി. എന്തിനാണ് ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് കോടതി ഇഡിയോട് ചോദിച്ചു. ഇഡിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ സമൻസുകൾ അവർക്ക് പിൻവലിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് സമൻസ് അയക്കാൻ തുടങ്ങി. ആദ്യ സമൻസിൽ 10 മുതൽ 13 ഇനങ്ങളുടെ രേഖ ചോദിച്ചവർക്ക് വീണ്ടും വിചാരമുണ്ടായി. പുതിയ സമൻസിൽ ഇനങ്ങൾ 3ആയി ചുരുങ്ങി. 1 എൻ്റെ ID പ്രൂഫ്, 2 മസാല ബോണ്ട് ഇറക്കിയതിൽ എൻ്റെ പങ്ക് എന്താണെന്നുള്ളത്, 3 മസാല ബോണ്ട് ഫണ്ട് എന്തിനൊക്കെ വിനിയോഗിച്ചു. ഞാൻ വീണ്ടും കോടതിയെ സമീപിച്ചു. മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചത് കിഫ്ബി ഡയറക്ടർ ബോർഡും ഗവേണിംഗ് ബോഡിയുമാണ്. മന്ത്രി എന്ന നിലയിൽ കിഫ്ബി ഡയറക്ടർ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനും ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാനും ഞാനായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം മസാല ബോണ്ടുകൾ ഇറക്കുന്നതിന് നിയന്ത്രണാധികാരമുള്ള RBIയുടെ പക്കൽ നിന്നും അനുമതി വാങ്ങിയിട്ടാണ് ആ തീരുമാനമെടുത്തത്. തങ്ങളുടെ അനുമതിയോടെയാണ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത് എന്ന RBI തന്നെ കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തു. വന്നു പറന്നു. അതോടെ ഇഡിയുടെ അടുത്ത വാദവും പൊളിഞ്ഞു. ഇത്തരത്തിൽ സമൻസുകൾ അയക്കുന്നതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ അന്തിമ വിധി വന്നിട്ടില്ല. ഇതുവരെ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്ന നിലപാടാണ് കോടതിയിൽ ഞാൻ സ്വീകരിച്ചത്. ഇഡിയുടെ മുന്നിൽ പോവുകയില്ല എന്ന നിലപാടല്ല കോടതിയിൽ സ്വീകരിച്ചത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടാനും ചോദ്യം ചെയ്യാനുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്പൂർണമായ അധികാരമുണ്ട്. അതിനെയൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ നടക്കുന്നത് വിചിത്രമായ കാര്യമാണ്. എന്തിൻ്റെ പേരിലാണ് അന്വേഷണമെന്ന് കോടതിയെപ്പോലും ഇതുവരെ ബോധ്യപ്പെടുത്താൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. 2 കൊല്ലമായി കിഫ്ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയാണ്. പല ഘട്ടങ്ങളിലായി ആയിരക്കണക്കിന് പേജുള്ള രേഖകളും വിശദമായ മൊഴിയും ശേഖരിച്ചിട്ടുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമലംഘനമോ അഴിമതിയോ ഇന്നോളം ആരോപിക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് ചോദ്യം ചെയ്യൽ? കേസിൻ്റെ 2ാം പക്ഷത്തിൻ്റെയും വാദം മെയ് 22-ന് കേൾക്കാമെന്ന് ഹൈക്കോടതി നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷമാണ് അടുത്ത സമൻസ് വരുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 1 എൻ്റെ ID കാർഡ്, രണ്ടാമത്തേത് മസാല ബോണ്ടിൽ നിന്നും ലഭിച്ച പണം ചെലവഴിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കണം. എന്നിൽ നിന്ന് 13 ഇനങ്ങളിൽ വിവരം തേടി ഇറങ്ങിയ ഇഡിക്ക് ഇപ്പോൾ 2 കാര്യങ്ങളെ വേണ്ടു. ഇഡിക്ക് ഇങ്ങനെ പിൻവലിയേണ്ടി വന്നതിന് കാരണം ന്യായവും സത്യവും എൻ്റെ ഭാഗത്തായതുകൊണ്ടാണ്. എന്നെ അടിയന്തരമായി വിളിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഹൈക്കോടതി ഇഡിയോട് ചോദിച്ചു. മസാല ബോണ്ട് ചെലവിട്ടതിനെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ട് എന്നായിരുന്നു അവരുടെ മറുപടി.
അപ്പോൾ തർക്കമുള്ള ഒരു കാര്യമെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇ ഡിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്ഥിരമടവ് പുറത്തെടുത്തു. മുദ്രവച്ച കവറിൽ വിവരം കൈമാറും. എന്തൊരു തമാശയാണെന്ന് നോക്കൂ. ദിവസവും 1 വീതം 4 നേരം എന്ന കണക്കിൽ മാധ്യമങ്ങളിലെ അനുചാര വൃന്ദത്തിന് വാട്സാപ്പ് വഴി സകലമാന വിവരങ്ങളും കൈമാറുന്നവർക്ക് അതൊന്നും നേരെ ചൊവ്വേ കോടതിയിൽ പറയാനുള്ള ധൈര്യമില്ല. അവിടെ മുദ്രവച്ച കവറിലെ വിവരം കൈമാറും. ആ അവസ്ഥയിലാണ് ഇ ഡിയിലെ വീരശൂര പരാക്രമികൾ. സീൽ വെച്ച കവർ കോടതി തുറന്നു നോക്കി. ആ വിവരം എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ കവറിൽ കണ്ട വിവരങ്ങളിൽ നിന്ന് വലിയ അടിയന്തര സ്വഭാവമൊന്നും കോടതിക്ക് ബോധ്യമായില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്ന കമന്റോടെ സിംഗിൾ ബെഞ്ച് കേസ് മെയ് 22-ന് പരിഗണിക്കാമെന്ന് ഉത്തരവിട്ടു. അതിനെതിരെയാണ് ഇ ഡി ഡിവിഷൻ ബെഞ്ചിൽ പോയത്. അവിടെയും കൊടുത്തു സീല് വെച്ച കവർ. എന്ത് ചെയ്യാം, അടിയന്തര സ്വഭാവം ഡിവിഷൻ ബെഞ്ചിനും ബോധ്യമായില്ല. ഇ ഡിയുടെ അപ്പീലിന് മെയ് 7-ന് കേൾക്കാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ വിളിപ്പിക്കരുതെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാനും വിസമ്മതിച്ചു. ഇതിൽ പരം ഒരു തിരിച്ചടി ഇ ഡിക്ക് ലഭിക്കാനുണ്ടോ? തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇ ഡിയുടെ നീക്കം എന്ന് ഇനി ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടോ? സ്ഥാനാർത്ഥിയായ എന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്ന് ഇ ഡിക്ക് വാശിയുണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട കൽപ്പിത കഥകളുടെ തിരക്കഥയും റെഡിയാക്കി വെച്ചിരിക്കണം. ആ മോഹക്കനലുകളാണ് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നിഷ്കരണം കെടുത്തിക്കളഞ്ഞത്. ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അന്തസ്സ് സംരക്ഷിക്കുകയാണ് കേരള ഹൈക്കോടതി ചെയ്തത്. അതുകൊണ്ടാണ് ഇ ഡിയുടെ ഇലക്ഷൻസ് ഫണ്ട് ചീറ്റിപ്പോയത്. മുദ്രവച്ച കവറിലെ വിവരങ്ങൾ എന്നും പറഞ്ഞ് ഇ ഡിയുടെ അനുചാരന്മാരായ മാധ്യമപ്രവർത്തകർ ചിലത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ച് അടുത്ത പോസ്റ്റ്. വളരെ കൃത്യവും വിശദവുമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു തോമസ് ഐസക്കിൻ്റേത്. ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് എന്തുകൊണ്ട് തിരിച്ചടി ലഭിച്ചു എന്നത് കൃത്യമായി തോമസ് ഐസക് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇ ഡിയുടെ അനുചാരവൃന്ദന്മാരായ മാധ്യമപ്രവർത്തകർ ചില നുണക്കഥകൾ ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമവും അടുത്ത പോസ്റ്റിൽ കൃത്യമായി വിശദീകരിക്കുമെന്നാണ് തോമസ് ഐസക് പറയുന്നത്. എന്തായാലും തോമസ് ഐസക് ഒരുങ്ങി തന്നെയാണ്. കിഫ്ബിയുടെ ഇത്തരം നിയമവിരുദ്ധമായ നീക്കങ്ങളെ കോടതിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും നേരിടേണ്ടിയിരിക്കുന്നു. എന്തായാലും തോമസ് ഐസക് ഒരുങ്ങി തന്നെയാണ്. ഇ ഡിയുടെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളെ കോടതിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും നേരിടേണ്ടിയിരിക്കുന്നു. എന്തായാലും തോമസ് ഐസക് ഈ പോസ്റ്റിൻ്റെ 2ാം ഭാഗത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഈ കേസിലെ ചില ഇടപെടലുകൾ കൂടി വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.